നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വിശ്വബ്രാഹ്മണ സമിതിയുടെ ആചാര്യ കെ.ബി. സുരേഷ് ഏട്ടൻ്റെ അടുത്താണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സാമുദായികമായിട്ടുള്ള കാര്യങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ തുറന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഏതായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. സുരേഷ് ഏട്ടാ, നമസ്കാരം. 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 സന്തോഷം. വിശ്വകർമ്മ ആചാര്യ സമിതി, അതാണ് ഇപ്പോൾ 2 വർഷമായിട്ട് കേരളത്തിൽ വലിയൊരു ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമിതി. എന്താണ് ഈ ഒരു ആചാര്യ സമിതിയുടെ ഒരു ലക്ഷ്യം? നമസ്കാരം. ആദ്യം തന്നെ വിവേകിന് ഒരു വലിയൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു നന്ദി അറിയിക്കാം. കാരണം വിശ്വകർമ്മ സമൂഹം ഇന്ന് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി എന്ന ഒരു വലിയ പ്രസ്ഥാനം വളർന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ ഒരു ചാനൽ എന്ന് തന്നെ പറയാം. അങ്ങയുടെ ചാനലിൻ്റെ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ ചാനൽ നമ്മുടെ വിശ്വകർമ്മ സമൂഹത്തിനെല്ലാം ഒരു അഭിമാനമായി മാറട്ടെ. നാളേക്ക് നല്ലൊരു നിലയിലേക്ക് എത്തിക്കട്ടെ. സന്തോഷം. അല്ല, അപ്പോൾ ഈ ഒരു സമിതിയുടെ വിശ്വ ബ്രാഹ്മണ ആചാര്യ സമിതിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ്? ഈ ഒരു സമിതിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിലൂടെ? വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 2 വർഷക്കാലത്തോളമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടു. കാരണം ഇന്ന് കേരളത്തിലെ സംബന്ധിച്ച് കേരളത്തിൽ വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്ന് ആണ് വിശ്വകർമ്മത. ഒരു 75 വർഷക്കാലത്തോളം വിവിധ പേരുകളിൽ അറിയപ്പെട്ടിട്ടും ഇന്ന് വിശ്വകർമ്മ സമാജത്തിന് എന്ത് നേടി എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അപ്പം കാലാകാലങ്ങളായി ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ പേരക്കുട്ടികളും അടങ്ങുന്ന ഈ സമൂഹത്തെ മറ്റുള്ള ജാതി സമൂഹങ്ങളെല്ലാം ബഹുദൂരം മുന്നിലെത്തിയിട്ടും നമ്മുടെ സമൂഹത്തിന് മാത്രം എന്തുകൊണ്ട് ഒരു പടി മുന്നിലേക്ക് സഞ്ചരിക്കാൻ സാധിച്ചില്ല എന്ന ഒരു യാഥാർത്ഥ്യബോധം മനസ്സിലാക്കിക്കൊണ്ടാണ് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി അതിൻ്റെ ആരംഭഘട്ടം തുടങ്ങിയത്. അപ്പോൾ മറ്റു സമുദായങ്ങളെല്ലാം ആത്മീയ പരിവർത്തനത്തിലൂടെ മാത്രമായിട്ടാണ് ഒരു സംഘടിത ശക്തിയായിട്ട് വളരുവാൻ സാധിച്ചത് എന്ന് ആചാര്യന്മാരായ വൈദിക, താന്ത്രിക, വാസ്തുശാസ്ത്ര, യോഗ, പുരാണ പാരായണ ആചാര്യന്മാരെല്ലാം കൂടെ ഞങ്ങളൊരു ചർച്ച നടത്തുകയും നമുക്ക് ഈ സമൂഹത്തെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വമനസ്സാലെ ഇറങ്ങണം എന്ന ആശയത്തിൻ്റെ പേരിലാണ് ആചാര്യസമിതി രൂപം കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കണം. കാരണം സംഘടനാ സംവിധാനം പോലെ ലക്ഷ്യമില്ലാതെ സഞ്ചരിച്ചാൽ പോരാ, ആ ലക്ഷ്യത്തിലേക്ക് കടക്കുവാൻ എന്തു മാർഗമെന്നും നമുക്ക് പരിശോധിക്കേണ്ടി വന്നു. അപ്പോഴാണ് ആചാര്യന്മാരെ ഇരുത്തി ആചാര്യ സമിതി എന്ന ഒരു രൂപകൽപ്പന നടത്തുക. അതിനുശേഷം പല മേഖലകളിലുള്ള പ്രവർത്തകരുണ്ട് നമുക്ക്. അതായത് തൊഴിൽ ചെയ്യുന്നവരുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്, സംഘടനാ പ്രവർത്തനം നടത്തുന്നവരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുണ്ട്, പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവിധ ക്ഷേത്രങ്ങളുണ്ട്. ഇതെല്ലാമായിട്ട് ഒരു ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനം നടത്തണം എന്നൊരു ആശയമാണ് ആചാര്യസമിതിയിലെ പ്രമുഖ ആചാര്യന്മാർ പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി നല്ലൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കി എല്ലാ വിശ്വകർമ്മ സംഘടനകളെയും വിളിച്ച് അതിനൊരു ആശയ രൂപീകരണം നടത്തി 10 സമിതികളെ നമ്മൾ ഫോം ചെയ്തു. 1 പ്രവർത്തക സമിതി, 2 വിദ്യാഭ്യാസ സമിതി, മാതൃസമിതി, ഗുരുകുല സമിതി, ക്ഷേത്ര സംരക്ഷണ സമിതി, സംഘടനാകാര്യ സമിതി, ധനകാര്യ സമിതി, രാഷ്ട്രീയകാര്യ സമിതി എന്ന 10 സമിതികൾ രൂപീകരിക്കുകയും അതിലൂടെ പ്രവർത്തിക്കുന്നവരെ അതിന് തക്ക രീതിയിലുള്ള പ്രവർത്തനം നടത്തി ഈ സമൂഹത്തെ രക്ഷിച്ചെടുക്കുക. നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അടുത്ത തലമുറ, എൻ്റെയും നമ്മുടെ എല്ലാം കുട്ടികൾ അഥവാ പേരക്കുട്ടികൾ വളർന്നു വരുമ്പോൾ വിശ്വകർമ്മജനെന്ന് പേരിൽ അറിയപ്പെടണം. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ ആദ്യം സംഘടിപ്പിച്ചത് വിവിധ ജില്ലകളിൽ സംഗമ മഹായജ്ഞം, ആചാര്യന്മാരെയെല്ലാം ഒരേപോലെ ചേർത്തത്. അപ്പോൾ ഇത് 8 ജില്ലകളോളം സംഗമങ്ങൾ നടത്തി. അതിലൂടെ വന്ന കുറേ ആചാര്യന്മാരും സംഘടനാ പ്രവർത്തകരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ന് കേരളത്തിലേക്ക് വലിയൊരു രീതിയിലൊരു പ്രൊമോഷൻ കൊടുക്കാൻ ആചാര്യസമിതിക്ക് സാധിക്കും. ഇത് ഇപ്പോൾ ഒരു സാമുദായികമായിട്ടുള്ളൊരു മുന്നേറ്റം ഇല്ല എന്നാണ് അങ്ങ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു മുന്നേറ്റം ഇല്ലാതിരിക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു കേരളത്തിൽ? അതായത് സമുദായ സംഘടന പ്രവർത്തിക്കുന്നത് ഇന്ന് ഏറ്റവും വിരളമായ
അതായത് കേരളത്തിൽ ഒരു 40 ലക്ഷം ഉണ്ടെന്ന് എല്ലാവരും പറയപ്പെടുന്നു. അപ്പോൾ അതിനെ ഇന്ന് സംഘടനയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതാണ്ട് 5 ലക്ഷം പേര് മാത്രമേ നമ്മുടെ സംഘടനയിൽ ഉള്ളൂ. കാരണം ഈ സംഘടന കൊണ്ട് നമ്മുടെ സമുദായത്തിന് എന്ത് നേട്ടം കിട്ടി? ഇന്ന് ഒരു പുതിയ തലമുറ സംഘടനയിലേക്ക് കടന്നു വരുന്നില്ല. അത് ഒരു വലിയ വിപത്താണ്. കാരണം ഒരു പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് പോകുവാൻ നേതൃനിരയിലിരിക്കുന്നവർ പോരാ. അതിൻ്റെ താഴെത്തട്ടിലുള്ളവരെ നേതൃനിരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സംഘടനാ പാഠവം. അപ്പം സംഘടനയിൽ നിൽക്കുന്നവർ ആ സംഘടന വലുതാകാൻ വേണ്ടിയല്ല, സംഘടനാ നേതാക്കന്മാർ വലുതാകുന്ന തരത്തിലേക്ക് നമ്മുടെ സംഘടന മാറി എന്ന് നമുക്കറിയാതെ പറയേണ്ടി വരും. അപ്പം അങ്ങനെ വിഭിന്നമായ രീതിയിൽ സംഘടന നിൽക്കുമ്പോൾ ഏത് സംഘടനയിൽ ചെന്നാലാണ് അവന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക? ഇത് നമ്മുടെ സംഘടന ഇന്ന് പരിമിതമാണ്. ഒരു സംഘടന പ്രവർത്തിക്കുന്ന ഒന്നിൽ ഒരു മാസവരി അല്ലെങ്കിൽ ഒരു പത്രിക, മറ്റിതര 1-2 കാര്യങ്ങൾ ഒഴിച്ച് വിശ്വകർമ്മ സംഘടനയെ കൊണ്ട് എന്ത് നേട്ടമുണ്ട് എന്ന് സ്വയം വിലയിരുത്തണം. ഞാനത് പറയുന്നില്ല സംഘടനയുടെ നേട്ടം ഉണ്ടെന്നോ ഇല്ലെന്നുമല്ല ഞാൻ പറയുന്നതെങ്കിലും വിശ്വകർമ്മ സമൂഹത്തിൻ്റെ നേട്ടം അനിവാര്യമാണ്. അത് ഞാൻ പറഞ്ഞ 10 സമിതികളിലും അനിവാര്യമായതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലേക്ക് ചിന്തിച്ചത്. ഇപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഇലക്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൽ വരുന്ന ഹിന്ദു സമുദായങ്ങളിലൊന്നും തന്നെ ഈ വിശ്വകർമ്മജരുടെ ഒരു പേര് കേൾക്കുന്നില്ല. ജനം ഒരു രീതിയിലും കേൾക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ വിശ്വകർമ്മജർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉറങ്ങിക്കെടുക്കുന്നത്? അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ 2026 ഇത്തരത്തിലുള്ള സാമുദായികപരമായിട്ടുള്ള ഒരു സംഘടന എത്രമാത്രം വിജയിക്കും എന്ന്, അല്ലെങ്കിൽ അതൊരു പങ്ക് പറഞ്ഞ പോലെ തന്നെ ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു MLA-നെയോ ഒരു മന്ത്രിയോ ഉണ്ടാക്കിയെടുക്കാൻ തക്ക പാകത്തിന് ഈ ഒരു സമുദായം ഇപ്പോൾ അങ്ങയുടെ കാഴ്ചപ്പാടിൽ പ്രാപ്തനാണോ? അത് ചോദിച്ചാൽ വിവേക് ചോദിച്ച ചോദ്യത്തിന് വളരെ ആലോചിച്ച് പറയേണ്ട മറുപടിയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങൾ പരിശോധിച്ചാൽ വിശ്വകർമ്മ സംഘടനകൾ ഒരു രാഷ്ട്രീയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാണിക്കുന്നത് ആ രാഷ്ട്രീയ ഇലക്ഷൻ വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു പദയാത്ര അല്ലെങ്കിൽ ഒരു യോഗങ്ങൾ, എന്നിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഒരു പൊതുവേ ഉള്ള രീതി. അതൊരു സംഘടനയല്ല, മറ്റൊരു സംഘടന മറ്റൊരു കക്ഷിക്ക് കൊടുക്കും. പിന്നെ വേറൊരു സംഘടന, അതായത് വിശ്വകർമ്മ സംഘടന തന്നെ മറ്റൊരു കക്ഷിക്ക് കൊടുക്കും. അപ്പോൾ ഫലത്തിൽ ആർക്കും ഒരു ഫലമില്ലാത്ത അവസ്ഥയിലേക്കാണ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ സംഭവിച്ചിരുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത്. അവിടെ 4 സ്ഥാനാർത്ഥികൾ മത്സരിച്ചപ്പോൾ വിശ്വകർമ്മരെ 4 പേർക്കും കൊണ്ട് പിന്തുണ കൊടുത്തു ഓരോ സംഘടന. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി ആചാര്യ സമിതിക്കാർ ഒറ്റ കാരണം കൊണ്ടാണ് ഇനി ഒരു വിശ്വകർമ്മജ സംഘടനകളും വിവിധങ്ങളായ പാർട്ടിക്ക് പിന്തുണ കൊടുക്കരുത് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി കേരളത്തിലെ മുഴുവൻ വിശ്വകർമ്മ സംഘടനകളെയും വിളിച്ചു വരുത്തി കോട്ടയത്ത് വെച്ച് ഒരു സംയുക്ത യോഗം കൂടുകയും സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജൻ്റെ അധ്യക്ഷതയിൽ വിശ്വകർമ്മരെ വേണ്ടാത്തവർക്ക് വിശ്വകർമ്മർക്കും വേണ്ട എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം കേരളത്തിൽ ഉണ്ടായി. ആ പ്രഖ്യാപനത്തിൻ്റെ ഫലമായി ഒരു സംഘടനകൾക്കും ഓരോ പാർട്ടിക്ക് പിന്തുണ കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്രയധികം വിശ്വകർമ്മജർ പല പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ വാർഡ് മെമ്പർമാരായിട്ട് വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു മാറ്റമാണ്. തീർച്ചയായിട്ടും അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിയത്? അത് ആചാര്യ സമിതിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. മാത്രമല്ല കേരളത്തിലെ മുഴുവൻ വിശ്വകർമ്മർക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണത്. കാരണം LDF-കാർ പരിഗണിച്ചു, UDF പരിഗണിച്ചു, BJP പരിഗണിച്ചു. അപ്പോൾ ഇതിൻ്റെ പിതൃത്വം ആരാണ് എന്നൊരു സംശയം ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ സമുദായ സംഘടനകൾ വയ്ക്കുന്നുണ്ട്. ആചാര്യ സമിതിയെക്കുറിച്ച് ആര് പിതൃത്വം ഏറ്റെടുത്തെന്നാലും നമ്മൾ കർമ്മം ചെയ്യുക. ആചാര്യ സമിതി ഇതിൻ്റെ പ്രചാരകന്മാരാണ്. കാരണം ആചാര്യ സമിതിയുടെ ഒരു പ്രത്യേക ശാസ്ത്രം, നമ്മളെല്ലാം ആചാര്യന്മാരെല്ലാം വിശ്വകർമ്മ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടുന്ന പ്രചാരകന്മാരാണ്. അപ്പം നമ്മൾ എടുത്ത ഒരു മുദ്രാവാക്യം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. കാരണം ഇതിനെ ഇനി അവഗണിക്കാൻ ഇനി രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കില്ല. ഇത് വെറുതെ സംഘടനകളല്ല, ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ആചാര്യന്മാരാണ്, ധർമ്മബോധമുള്ളവരാണ്.
എന്ന് അവർക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 രാഷ്ട്രീയ പാർട്ടികളും പ്രബല രാഷ്ട്രീയ പാർട്ടികളും വിശ്വകർമ്മരെ പരിഗണിച്ചത്. അതിൽ കുറച്ച് പേര് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ചു, ബ്ലോക്കിലേക്ക് വന്നു, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുണ്ട്. അതൊക്കെ വിശ്വകർമ്മരെ സംബന്ധിച്ചുള്ളതും വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ആചാര്യസമിതി ഇപ്പോൾ ഈ അടുത്ത ഈ സമയത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു, അവിടെ വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. അതിൽ എത്രമാത്രം സത്യമുണ്ട്? അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആചാര്യസമിതിയുടെ ഭാഗം നമ്മൾ രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞതിൻ്റെ ബാക്കി ചില കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ പോരെ? തീർച്ചയായിട്ടും. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതെ, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് വിശ്വകർമ്മരെ സംബന്ധിച്ചും മറ്റൊരു രണ്ടാമത്തെ കാഴ്ച. ഞങ്ങൾ ആദ്യം ഒരു പടി ചവിട്ടി, അത് പഞ്ചായത്ത് പടിയായിരുന്നു, ത്രിതല പഞ്ചായത്ത്. ഇനി അടുത്തത് ആചാര്യസമിതി ചവിട്ടാൻ പോകുന്നത് നിയമസഭ പടിയാണ്. അതിനുശേഷം ഞങ്ങൾ ഒരു പാർലമെന്റ് പടിയുണ്ട്, അത് 3ാമത്തെ പടിയിലേക്കും ചവിട്ടണം. അല്ല, അതിൽ ഇടയിൽ വരുന്ന മറ്റൊരു ചോദ്യം, ഇപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ ഇതുവരെ, അതായത് ഇപ്പോൾ ഈ നിയമസഭാ ഇലക്ഷൻ ഇതിനു മുമ്പ് വിശ്വകർമ്മജരെ പരിഗണിച്ചിട്ടില്ല എന്നാണ്? പരിഗണിച്ചിട്ടുണ്ട്. അതായത് 1932 ശ്രീമൂലം പ്രജാ അസംബ്ലിയിൽ 1932 അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ശ്രീമൂലം പ്രജാ അസംബ്ലിയിൽ 2 വിശ്വകർമ്മനുണ്ടായിരുന്നു. 1948 നടന്ന തെരഞ്ഞെടുപ്പിൽ, തിരുക്കൊച്ചി നിയമസഭാ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 4 വിശ്വകർമ്മനുണ്ടായിരുന്നു. അതിനുശേഷം 2006 വരെ ഒരു ഏതാണ്ട് 15 നിയമസഭകൾ കടന്നുപോയി. 15 അപ്പോൾ 15 നിയമസഭകളിൽ 5 തവണയായിട്ട് 4 വിശ്വകർമ്മർ ജയിച്ചിട്ടുണ്ട്. ഈ 2006 വരെ, ആ 2006 ശേഷം പലരും 1-2 പേരൊക്കെ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ജയത്തിലേക്ക് എത്തിയില്ല. 2011 ശേഷം വിശ്വകർമ്മരെ പരിഗണിച്ചിട്ടേയില്ല. അപ്പം ഇവിടെ വന്ന വിരോധാഭാസം എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ പരിഗണിക്കുകയും അതിനുശേഷം വന്ന 2011 ശേഷം വിശ്വകർമ്മരെ പാടെ അവഗണിച്ചത് എന്തുകൊണ്ടാണ്? അത് എൻ്റെ ശരിയായ ഉത്തരം വിശ്വകർമ്മ സംഘടനകൾ തന്നെ പറയണം. കാരണം നമ്മളതിനെ പരിശോധിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന കുറേ സംഘടനകൾ ഒരു 5-10 ആയിരുന്നെങ്കിൽ അത് കാലക്രമേണ അത് 20ലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവരെല്ലാം ഈ വിശ്വകർമ്മ സംഘടനകളുടെ എണ്ണം കൂടുകയാണ്. ആളുകൾ കൂടുന്നതിനേക്കാൾ കൂടുതൽ സംഘടനകളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ആ കൂടുന്നതനുസരിച്ച് രാഷ്ട്രീയക്കാർക്ക് എന്താണ് അവരുടെ ലക്ഷ്യം? ഭിന്നിപ്പിച്ച് ഭരിക്കുക, നേട്ടങ്ങൾ കഴിയുക. അത് രാഷ്ട്രീയത്തിൻ്റെ തന്ത്രമാണ്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ വിജയിച്ചത് കേരളത്തിലെ വിശ്വകർമ്മ സമുദായം മാത്രമാണ്. വേറൊരു സമുദായത്തിന് അവർക്ക് ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് തന്നെ ഇപ്പം നമ്മളൊക്കെ കേൾക്കുന്നു, ജോസ് കെ മാണി വിഭാഗത്തെ LDF നിന്നാണ്. അവരിപ്പം അവിടെ LDF എന്ന് പറയുന്ന വിള്ളലുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, റോഷി അഗസ്റ്റിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആ കേരള കോൺഗ്രസിനെ തന്നെ ഭിന്നിപ്പിച്ച് നിർത്താനുള്ള ശ്രമം നടത്തുക. അതുപോലെ വിശ്വകർമ്മ സമൂഹത്തെ ഇനി ഭിന്നിപ്പിക്കാൻ ആചാര്യസമിതി തയ്യാറല്ല. അതിനൊരു സംഘടനയും നമ്മൾ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടുന്ന നടപടിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓരോ പാർട്ടികൾക്കും ലെറ്റർ കൊടുത്തു. LDF കൊടുത്തു, UDF കൊടുത്തു, BJP കൊടുത്തു. അതിൽ BJP അത് അംഗീകരിച്ചില്ല എന്നൊരു വാർത്ത പുറത്തു വരുന്നു. BJP എന്നല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കാൻ നമ്മൾ അടിവറ കൊണ്ട് വെച്ചു കൊടുക്കാൻ വിശ്വകർമ്മർ തയ്യാറല്ല. അതിനെ ഒരു വിശ്വകർമ്മനെയും തയ്യാറാക്കുകയില്ല. വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. വിശ്വകർമ്മത്തിനെ വേണ്ടാത്തവർക്ക് വിശ്വകർമ്മർക്കും വേണ്ട. ഇത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞോളൂ, ഞങ്ങളത് ചെയ്തു തരാം, നിങ്ങളെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് വിശ്വകർമ്മ സഭയോട് അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നുള്ളൊരു ന്യൂസ് പുറത്തു വരുന്നുണ്ട്. ഉള്ളതാണോ? അത് അദ്ദേഹം ഒരു പരിധി വരെ വിശ്വകർമ്മർക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചതിൽ നമ്മൾ അത് ഹാർദവമായിട്ട് സ്വീകരിക്കുന്നു. പക്ഷേ ഒരു ചെറിയ എല്ലും കഷ്ണം ഇട്ട് തന്നിട്ട് വരാൻ പറയുന്ന തരത്തിൽ
ഇനി വിശ്വകർമ്മജരെ കിട്ടില്ല. ഏതെങ്കിലും സ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് പറയാം, ഇന്ന് കേരളത്തിൽ 50% ഇല്ലെങ്കിൽ ഒരു 45% BJP അനുഭാവികളാണ്. അതാ പറയാൻ പറ്റുള്ളൂ, ഭാരവാഹികളല്ല, പ്രവർത്തകരുമല്ല. കൂടുതൽ കണ്ടുവരുന്നത് വിശ്വകർമ്മജർ കൂടുതലും BJP-യിലോട്ട് ചായ്വുള്ളവരായിട്ടാണ് പൊതുവെ കേരളത്തിൽ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് എങ്ങനെയാണ് ഇത്തരം ഒരു രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാള് പരിഗണിക്കാതെ പോകുന്നത് എന്നുള്ളൊരു. അതെ വിവേകേ, അതൊരു കാര്യം പറഞ്ഞാൽ നമ്മള് ഒരു രാഷ്ട്രീയപരമായ നേട്ടമാണ് രാഷ്ട്രീയത്തിലുള്ളൂ. അപ്പം അദ്ദേഹത്തിന്റെ കടമയാണ് ഇത്. നിങ്ങൾക്ക് എന്ത് വേണം, ഇന്നത് അങ്ങ് ചെന്നാൽ തരാം എന്ന് പറഞ്ഞാൽ വിശ്വകർമ്മജരങ്ങ് ആകും. പക്ഷേ നമ്മൾ നേരിട്ട് അതിന് കൊടുത്തിരിക്കുന്നത്, അവരോട് ചോദിച്ചു എന്തുകൊണ്ട് 50% വിശ്വകർമ്മർ BJP-യിലുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എത്ര പേരുണ്ട് എന്ന് നമ്മൾ നേരിട്ട് ചോദിച്ചു. അതുപോലെ കോർ കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്, ജില്ലാ കമ്മിറ്റി പ്രസിഡന്റിൽ എത്ര പേരുണ്ട്, നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്. ഇതിന് ആദ്യം ഉത്തരം പറയണ്ടേ? രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികളാകുകയല്ല, ആ രാഷ്ട്രത്തെ നയിക്കാനുള്ള കഴിവുള്ള, ചങ്കൂറ്റമുള്ള, ശാസ്ത്രബോധമുള്ള, ഇതിനെല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് വിശ്വകർമ്മജർ എന്ന് ഈ BJP-യുടെ നേതൃത്വം നേരെ അറിയണ്ടേ? അപ്പം അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് ഇതേ ഭാഷ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, ഇവിടെ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വലിയൊരു സ്വീകാര്യതയാണ് വിശ്വകർമ്മർക്ക് കൊടുത്തുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വിശ്വകർമ്മജരെ വളരെ കാര്യമായി തന്നെ പരിഗണിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ശരിയാണ്. അവരുടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനം വിഷയമാണ്. കാരണം 2 തവണ പോയി, 5-10 കൊല്ലം പുറത്തിരിക്കേണ്ടി വന്നു. ഇനി ആരെ കൂട്ടുപിടിച്ചാലും അധികാരത്തിലേക്ക് കയറണം എന്നൊരു ആഗ്രഹം അവർക്കുണ്ട്. അപ്പം എന്തു വേണേലും വിട്ടുവീഴ്ച ചെയ്യുവാർ. അപ്പം വിശ്വകർമ്മരെ സംബന്ധിച്ച് ഇതേ ചോദ്യം തന്നെ ഞങ്ങൾക്കും നിയമസഭയിലുണ്ടാവണം. വിശ്വകർമ്മരെ പരിഗണിച്ചെന്നാൽ ഞങ്ങളും പരിഗണിക്കും എന്ന ഒരു സംവിധാനത്തെ അവരുമായിട്ട് സതീശനുമായി നേരിട്ട് ലെറ്റർ കൊടുത്തു. പക്ഷേ ഈ ഒരു സംവിധാനത്തിൽ, അതായത് നിയമസഭാ ഇലക്ഷൻ നേരിടാൻ ഉള്ളൊരു സാഹചര്യത്തിൽ അത്രയും ഒരു സ്ഥാനാർത്ഥിയെ നിർണയിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ഉള്ളൊരു കരുത്ത് ഇന്ന് വിശ്വകർമ്മ സഭയ്ക്ക് കേരളത്തിലുണ്ടോ, അല്ലെങ്കിൽ വിശ്വകർമ്മ സമിതിക്ക് കേരളത്തിലുണ്ടോ? അതല്ലോ, അതിന് മുമ്പേ കഴിഞ്ഞ ദിവസം നമ്മുടെ VD സതീശൻ ഒരു പ്രസ്താവന ഇറക്കി. അദ്ദേഹം പറഞ്ഞത്, പഞ്ചായത്തിലോ ബ്ലോക്കിലോ ജില്ലയിലോ പോലും പരിഗണിക്കാത്തവരെ നിയമസഭയിലേക്ക് ലിസ്റ്റും കൊണ്ട് വരരുത്. അപ്പം അങ്ങനെയാണ്. അപ്പം ഞങ്ങളെ ബുദ്ധിമുട്ടാക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഞങ്ങളെ കുഴപ്പിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും? കാരണം പഞ്ചായത്തിലോ ബ്ലോക്കിലോ പരിഗണിക്കാത്ത, അല്ലെങ്കിൽ ജില്ലയിലേക്ക് പരിഗണിക്കാത്തവർ ഇനി വരരുത്. ഇനി നിങ്ങൾക്ക് അവരെ ഒന്നും പേര്, ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ട്, അവരൊക്കെ തന്നെ ഇപ്പം തോറ്റവരുണ്ട്, ജയിച്ചവരുണ്ട്. ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഞങ്ങൾ ഇനി നിയമസഭയിലേക്ക് പൊക്കോളാം എന്നല്ലേ എൻ്റെ അർത്ഥം. ഒരു പുതിയ തലമുറയോ എടുക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എങ്കിൽ അദ്ദേഹം അങ്ങനെ പറയില്ല. മാത്രമല്ല, വിശ്വകർമ്മരെ ഞാൻ പറഞ്ഞല്ലോ, 2011 ശേഷം വിശ്വകർമ്മരില്ല. അപ്പം വിശ്വകർമ്മരും ഇതുപോലെ ചെല്ലരുത് എന്നൊരർത്ഥമില്ലേ അതിന് ശരിക്കും? ആ പുതിയ ആളെ കൊണ്ട് വരരുതെന്ന് ശരിക്കും പറഞ്ഞതിൽ അല്ല. ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ബ്ലോക്കിലേക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറായിട്ടും പ്രസിഡന്റൊക്കെ ആയിട്ട് വിശ്വകർമ്മജർ വന്നല്ലോ. പക്ഷേ അപ്പോൾ ആ ഒരു കാര്യം അവരെ കോട്ട് ചെയ്തിട്ട് പറഞ്ഞതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അത് അങ്ങനെയല്ല. ഞങ്ങൾ പറയുന്നത് ആചാര്യ സമിതിയിൽ നിന്ന് ഒരാളോ വിശ്വകർമ്മ സംഘടനകളിലോ ഉള്ള ഒരാളെയല്ല നമ്മൾ നിയമസഭയിലേക്ക് പരിഗണിക്കണം എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസിൽ തന്നെ KPCC-യിൽ വിശ്വകർമ്മനുണ്ട്, DCC പ്രസിഡന്റുണ്ട്, ഒരു പോഷക സംഘടനയുടെ പ്രസിഡന്റുണ്ട്, സംസ്ഥാന പ്രസിഡന്റാണ്. അതുപോലെ നിരവധി പ്രഗത്ഭന്മാരുണ്ട്. അവരെ നിർത്തണം. അവർക്ക് എന്ത് നിയമസഭയിൽ കൊള്ളൂല്ലേ? ആ KPCC-യിലും DCC-യിലുമുള്ള അല്ലെങ്കിൽ പോഷക സംഘടനയിൽ പ്രസിഡന്റായിരിക്കുന്നവർക്ക് ആ നിയമസഭയിൽ കൊള്ളൂലേ? അതുപോലെ ഒരു സമുദായ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായ ഒരാളുണ്ട്. അപ്പം നമ്മുടെ ലക്ഷ്യം വിശ്വകർമ്മജനെ നിയമസഭയിൽ, അടുത്ത നിയമസഭയിൽ ഉണ്ടാവണം. അതിനെന്ത് മാർഗം? അതാണ്. അല്ല, ഒരു സീറ്റ് കൊടുക്കുക കോൺഗ്രസിന് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് കുറെ കൂടെ സാധ്യമായിരിക്കും. ഒരു വിശ്വകർമ്മന് ഒരു സീറ്റ് കൊടുക്കണമെന്ന് കോൺഗ്രസിന് തീരുമാനം എടുക്കുക അധികം വലിയൊരു കുഴപ്പം പിടിച്ച ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല.
അത് അവരുടെ ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ DCC പ്രസിഡന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചുമതലയിൽ ഇരിക്കുന്ന ഒരാൾക്ക് സീറ്റ് കൊടുക്കാം. പക്ഷെ അതൊരു വിജയസാധ്യത ഉള്ള സീറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു MLA ആയിട്ട് നിയമസഭയിൽ എത്തിക്കണം എന്നുള്ള കാര്യത്തിലാണ് അവിടെ പ്രധാനമായിട്ട് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതെ, 2011 TU രാധാകൃഷ്ണൻ ചാലക്കുടിയിൽ മത്സരിച്ചതാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പക്ഷെ അദ്ദേഹം വിശ്വകർമ്മ സഭയുടെ ഒരു ഇതിലല്ല. അന്ന് നിന്നത് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ പിതാവ് K. കരുണാകരനുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ആ ബന്ധത്തിന്റെ പുറത്താണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത്, അല്ലെങ്കിൽ ആ ഒരു ബന്ധമാണ് അതിലേക്ക് നയിച്ചത് എന്നുള്ളത്. അതൊരു സംഘടനയുടെ ഒരു ശക്തമായ ഒരു തീരുമാനം. ശരിയാണ് രാഷ്ട്രീയപരമായ ഒരു സ്ഥാനാർത്ഥി എന്നാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആദ്യം നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതേപോലെയുള്ള വിശ്വകർമ്മരെ ആദ്യം പരിഗണിക്കുക, അതിനുശേഷം ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന അവരെ ആദ്യം നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ. അതായത് വിശ്വകർമ്മൻ ഇന്ന് നേരിടുന്ന, അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ വിശ്വകർമ്മരുടെ ഒരു പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ടുണ്ട്, ശങ്കരൻ കമ്മീഷൻ 2009 ഏതാണ്ട് ആണ് അദ്ദേഹം ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണോന്ന് ഇച്ചിരിയുണ്ട് എങ്കിലും ശങ്കരൻ കമ്മീഷൻ ആ റിപ്പോർട്ട് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മേശപ്പുറത്ത് വെച്ചിട്ട് അത് ഏതാണ്ട് ഫ്രീസറിൽ വെച്ച് പോലെയാണ്. കാരണം വിശ്വകർമ്മത്തിൻ്റെ വിഷയം ആ ഒരു ശങ്കരൻ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്തുണ്ട് എന്ന് പരിശോധിക്കാൻ 10 കൊല്ലം ഭരിച്ച LDFന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിന് കരയാനായിട്ട്, അത് ആവശ്യപ്പെടാനായിട്ട് ഇവിടെ വിശ്വകർമ്മ സംഘടനകളുമില്ല. അവിടെയാണ് ഈ സംഘടനയും ആചാര്യസമിതിയും തങ്ങളുടെ പ്രശ്നം. നമ്മൾ ആചാര്യസമിതി ആ ഒരു വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ നേരിട്ട് ഉടൻ തന്നെ അതിൻ്റെ ലെറ്റർ കൊടുത്തു കഴിഞ്ഞു. അപ്പം ഇതുപോലെയുള്ള നിയമസഭയിൽ നമ്മുടെ കാര്യങ്ങൾ ഉന്നയിക്കണം. ഇനി അവൻ കോൺഗ്രസ്സുകാരനാകട്ടെ, BJPക്കാരനാകട്ടെ, ഇടതുപക്ഷക്കാരനാകട്ടെ, ആചാര്യസമിതി അവിടെ ചെല്ലും. ആചാര്യസമിതി ലക്ഷ്യം വെക്കുന്നത് വിശ്വകർമ്മ നിയമസഭയിൽ നിന്നാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷമാണ് കേരളം ഭരിച്ചിരുന്നത്. അതെ. അപ്പോൾ പിണറായി സർക്കാർ വിശ്വകർമ്മ സംഘടനയുമായിട്ടോ അല്ലെങ്കിൽ വിശ്വകർമ്മജർക്കുടെ ഒരു ഉന്നതിക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? LDFനെ സംബന്ധിച്ചും അവർ പറയണത് ജനാധിപത്യമാണ്. പക്ഷെ അവരുടെ ജനാധിപത്യം എന്ന് പറയുന്നത് വർഗീയ കക്ഷികളുമായിട്ട് പിൻവാതിലിലൂടെ പോയി കക്ഷി ചേർന്ന് അധികാരം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി, അതുപോലെ മേലധ്യക്ഷന്മാരെ എല്ലാം പതുക്കെ പിൻവാതിലൂടെ പോയി കണ്ട് ആ രീതിയിലേക്ക് ഇന്ന് ആയിക്കഴിഞ്ഞു. ആ കമ്മ്യൂണിസത്തിൻ്റെ കാലം പോയി. പണ്ട് കമ്മ്യൂണിസം ശരിയായിരുന്നു. പക്ഷേ ഇന്ന് വിശ്വകർമ്മർ ഒരു പണ്ട് കാലത്ത് കൂടുതലും വിശ്വകർമ്മർ LDFിലായിരുന്നു. കാരണം ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് അവരെല്ലാം തൊഴിലാളി പ്രസ്ഥാനത്തോട് കൂടി ചേർന്ന് നിന്ന ഒരവസ്ഥയുണ്ട്. അപ്പം കമ്മ്യൂണിസത്തിൻ്റെ ശരിയായ ആ സ്വഭാവം, വൈകൃത സ്വഭാവം വിശ്വകർമ്മർ തനിയെ മനസ്സിലാക്കിയപ്പോഴാണ് അതിൽ നിന്നും പിന്നോട്ട് പോയി കൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്നും വിശ്വകർമ്മർക്ക് ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് നാളിതുവരെ ഈ 10 കൊല്ലം കൊണ്ട് സാധിച്ചില്ല എന്നത് വളരെ വിശ്വകർമ്മരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണത്. അപ്പം അങ്ങ് പറഞ്ഞ ഇപ്പോൾ ഒരു വർഗീയമായിട്ട് LDF ചേരി തിരിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്, വർഗീയത വരുന്നുണ്ട് നമുക്ക്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വിശ്വകർമ്മ ഒരു സമിതി രൂപപ്പെടുന്നതും ഒരു വർഗീയതയുടെ ഭാഗമായിട്ട് കണക്കാക്കാൻ കഴിയും. അതായത് ഒരു സാമുദായികമായിട്ട് മുന്നേറ്റം, സാമുദായികമായി ചിന്ത, ഇതൊക്കെയാണ് അങ്ങ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അത് ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് അത് ശരിക്കും അതിനകത്തൊരു വർഗീയത ഫീൽ ചെയ്യുമോ, അല്ലെങ്കിൽ വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് ഒരു ആരോപണം ഉയർന്ന അതിനെങ്ങനെയാണ് വിവേകേ? അത് വിശ്വകർമ്മജൻ ആരാണ് എന്നൊന്ന് പഠിക്കണം. കാരണം വിശ്വകർമ്മജനെ ഒരു വർഗീയവാദിയാക്കിയാൽ ഇന്ന് കേരളത്തിൽ ഒരു സമൂഹത്തിനും സാധിക്കില്ല. കാരണം എന്താണ്? അത് ആ വാക്ക് വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം, കർമാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്. വിശ്വകർമാവ് ലോക സൃഷ്ടാവ്. ഏതാണ് ഇതിൽ ലോക സൃഷ്ടാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ന് ലോകത്തിലുള്ള ഒരേ ഒരു സമൂഹമാണ് വിശ്വകർമ്മജർ. മനസ്സിലായോ? ഈ മറ്റു ജാതി സമൂഹങ്ങളെയെല്ലാം നമ്മളൊന്ന് പരിശോധിച്ചാൽ അവരേതെങ്കിലും ജാതിയുടെ അടിസ്ഥാനത്തിൽ, ഈഴവൻ എന്ന് പറയുമ്പോൾ അത് ഒരു ജാതിയാണ്. അവരെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു സമൂഹം അറിയപ്പെടുന്നുണ്ടോ? നമ്മുടെ ദൈവത്തിൻ്റെ ഏതെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടോ ഒരു സമൂഹം? ഏതെങ്കിലും ഒരു സമൂഹം?
ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഈശ്വരനാമത്തിൽ അറിയപ്പെടുന്ന ഒറ്റ വിഭാഗമേ ഉള്ളൂ, അത് വിശ്വകർമ്മരാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ പൈതൃകങ്ങൾ എന്ന് അവകാശപ്പെടുന്ന, ലോകത്തിൻ്റെ സംസ്കാരം എന്ന് പറയാൻ കഴിയുന്ന ഒറ്റ വിഭാഗം വിശ്വകർമ്മരാണ്. അവർക്ക് ജാതിയില്ല. ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ക്രൈസ്തവനും മുസ്ലിമിനും ഹിന്ദുവിനും പാഴ്സിക്കും എല്ലാം അവർക്ക് വേണ്ടുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് വിശ്വകർമ്മജർ. ഞങ്ങളതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, തുല്യനീതി, ഭരണ പങ്കാളിത്തം. ഇത് അങ്ങ് ഇതൊക്കെ പറയുമെങ്കിൽ കൂടി ഇത് കേരളത്തിലെ അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു 45 ലക്ഷത്തോളം വരുന്ന വിശ്വകർമ്മജർക്ക് ഇതിനെ കുറിച്ചിട്ടൊരു അവബോധമുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇല്ല. അവിടെയാണ് നമ്മുടെ പരാജയം. നമ്മുടെ പരാജയം വിശ്വകർമ്മ സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പരാജയം, നമ്മൾ ഏതാണ്ട് ഒരു ജാതിയാണ്, മറ്റുള്ളവരെല്ലാം ജാതി കൊണ്ടുപോയപ്പം നമുക്കൊരു ജാതി ഇരിക്കട്ടെ എന്ന പേരിലേക്കാക്കി ഇതിനെ വൈകൃത സ്വഭാവമാക്കി മാറ്റി വയ്ക്കപ്പെട്ടതാണ്. ശരിക്കും ഇന്ന് ലോകത്ത് എല്ലാ സമൂഹത്തിനും വേണ്ടി നമ്മളൊന്ന് പരിശോധിച്ചു. ഇവിടെ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ 4 ജാതി എന്നാണ് നമ്മുടെ വിശ്വകർമ്മരും മറ്റ് സമൂഹം എല്ലാം അറിഞ്ഞിരിക്കുന്നത്. എന്താണ് ചാതുർവർണ്ണ്യം? ചാതുർവർണ്ണ്യത്തിൽ പറയുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇത് ജാതികളായിട്ട് മാറ്റിവെക്കപ്പെട്ടു. യഥാർത്ഥമായ വിശ്വകർമ്മജനാണ് ഇതെല്ലാം. അത് ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ. ബ്രഹ്മം എന്താണ്? ആ ബ്രഹ്മത്തെക്കുറിച്ച് അറിയണ്ടേ? അതായത് എല്ലാം ഈശ്വരനാണ് എന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ആ ബ്രഹ്മാവസ്ഥയിലേക്കാവുന്നത്. ക്ഷത്രിയൻ നമ്മുടെ മനസ്സിൽ വൈരാഗ്യബുദ്ധി അല്ലെങ്കിൽ യുദ്ധ സ്വഭാവമുള്ള മനസ്സുള്ളവനെയാണ് ക്ഷത്രിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. അതായത് ബ്രഹ്മത്തെ ആരറിഞ്ഞാലും ബ്രാഹ്മണനാണ്. അത് പൂണിലിടണമെന്നോ, അവൻ ആ ചിന്തയിലേക്ക് വരുമ്പോഴാണ് അവൻ ബ്രാഹ്മണനാകുന്നത്. ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്താണ്? കച്ചവടക്കാരനാണ്, കപടം ചെയ്യുന്നവനാണ്. ആ കപടങ്ങളിൽ നിന്നും മുക്തിയായി ക്ഷത്രിയ സ്വഭാവത്തിൽ വന്ന് ബ്രാഹ്മണ സ്വഭാവത്തിൽ വരുമ്പോഴാണ് അവൻ യഥാർത്ഥമായ മനുഷ്യനാകുന്നെന്നാണ് കാണിച്ചത്. ശൂദ്രനോ കൃഷിപ്പണി അല്ലെങ്കിൽ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ആ മനസ്സിൽ നിന്ന് തൊട്ടടുത്ത ഘട്ടം കടന്ന് ആ 4 പടികൾ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ 4 പടികൾ കടന്നു ചെന്ന് ബ്രഹ്മമാകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവൻ ബ്രാഹ്മണനാകുന്നു എന്നാണ്. ഇത് ജാതിയാണോ? ജാതിയല്ല. അപ്പം ഇതിനെല്ലാം ആ ബ്രഹ്മത്തെ അറിയുന്ന, ലോകത്ത് പറഞ്ഞിരിക്കുന്ന ലോകസൃഷ്ടാവിൻ്റെ ആ പരമ്പരയിൽ ഇന്ന് ലോകത്തറിയപ്പെടുന്ന ആ സമൂഹം, ഈ സമൂഹത്തിന് മുഴുവൻ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാം വിശ്വകർമ്മൻ്റെ കരങ്ങൾ സ്പർശിക്കാത്ത ഒന്നുമില്ല. ആ വിശ്വകർമ്മ സമൂഹം ഇത് മനസ്സിലാക്കണ്ടേ? അവിടെയാണ് യഥാർത്ഥമായ വിശ്വകർമ്മൻ്റെ പരാജയം. ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്നത് കേരളത്തിൽ തൊഴിലാളികളുടെ ഇടയിൽ അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകളാണ് ഒരു വിശ്വകർമ്മ ദേവൻ്റെ പിക്ചർ ഉണ്ടല്ലോ, അത് കൂടുതലും സമൂഹത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഈ തൊഴിലാളികളാണ്. അപ്പോൾ ഈ സമ്പന്നരായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിൽ സമുദായികത്തിൽ പിറന്ന ആളുകൾ ഒന്നും തന്നെ ഈ ഒരു ദേവനെ ആരാധിക്കുകയോ അല്ലെങ്കിൽ ദേവൻ്റെ രീതിയിൽ അല്ലെങ്കിൽ അവർ ദേവൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ആളുകളായിട്ട് ഫീൽ ചെയ്യുന്നില്ല പൊതുവേ. അപ്പോൾ ആരാണോ ചെറിയ തൊഴിൽ, അതായത് സമൂഹത്തിൽ താഴ്ന്ന ജോലി എന്ന് നമ്മൾ പറയപ്പെടുന്ന ജോലികൾ ചെയ്യുന്ന ആളുകളിൽ ഈ വിശ്വകർമ്മ ദേവൻ കുടികൊള്ളുന്നു, മറ്റുള്ളവരിൽ ഇത് കുടികൊള്ളുന്നില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരത് പ്രചരിപ്പിക്കുന്നില്ല എന്നുള്ളൊരു രീതി നിലനിൽക്കുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വിവേക്, അതെ, ശരിക്കും വിശ്വകർമ്മർ തന്നെ ആദ്യം ഇത് മനസ്സിലാക്കണം. കാരണം ശ്രീനാരായണ ഗുരു, SNDPയെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിനെ അവരുടെ ഗുരുവായിട്ട് സ്വീകരിച്ച് അതിൽ അധിഷ്ഠിതമായ കേന്ദ്രബിന്ദുവാക്കി അവർ സംഘടനാ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ആ രീതിയിലേക്ക് അവരുടെ സമൂഹത്തെ പരിവർത്തനം ചെയ്യാൻ സാധിച്ചത്. പക്ഷേ അവിടെയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു SNDP കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു ഇഴവനായിട്ടോ ഒന്നും പൊതുസമൂഹം കാണുന്നില്ല. അദ്ദേഹത്തിന് ഒരു
ഒരു സന്യാസി വര്യൻ, അദ്ദേഹം ഒരുപാട് അറിവ് സമൂഹത്തിന് നൽകി, മനുഷ്യരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പ്രവർത്തനം നടത്തി കേരളം കണ്ട ഒരു കാര്യമാണ്. അധികം കാലമൊന്നും ആയിട്ടില്ല, ഏകദേശം 100 വർഷങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ പെടുന്ന ഒരു മനുഷ്യനാണ് ശ്രീനാരായണ ഗുരു. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ വിശ്വകർമ്മ സമൂഹത്തിൽ നിന്നൊരാൾ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള സമൂഹത്തിലുള്ള ഒരു തുറന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വിശ്വകർമ്മ ജില്ല ആരും ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ ഉണ്ടായിരുന്നിട്ട് അത് പറയപ്പെടാതെ പോയതാണോ, അത് സമൂഹത്തിൽ അടയാളപ്പെടുത്താതെ പോയതാണോ, എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? നമുക്ക് ആദ്യം തന്നെ തൊഷ്ടപുത്രനായ നമ്മുടെ ശങ്കരാചാര്യ ഫാദർ, അദ്ദേഹമാണ് നമ്മുടെ ഈ വേദാന്ത സിദ്ധാന്തങ്ങൾക്ക് ഈ പ്രചരണത്തിനിറങ്ങിയതാണ്. പക്ഷേ കുറേ വർഷങ്ങൾ അദ്ദേഹം കടന്ന് പ്രയത്നിച്ചു. പക്ഷെ ശങ്കരാചാര്യ വിശ്വകർമ്മനാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും ശങ്കരാചാര്യ വിശ്വകർമ്മജനാണ്, തൊഷ്ടപുത്രനാണ്. അദ്ദേഹം അല്ല. അപ്പം അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ പിൻതലമുറ ഇതിൻ്റെ കുറേ കാലങ്ങൾക്ക് മുമ്പ് വിശ്വകർമ്മരും ഇതേ പരമ്പര, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ, നമ്മുടെ എല്ലാം വിശ്വകർമ്മർക്ക് ആചാരാനുഷ്ഠാനങ്ങൾ വേണം. കാരണം പവിത്രമായ കർമ്മങ്ങളാണ് അവർ ചെയ്യുന്നത്. എന്ത് പ്രവൃത്തി ചെയ്യുന്നതും പവിത്രീകരിച്ച് ചെയ്യേണ്ടതാണ്. കാരണം ഒരു കല്ലിൽ കൊത്തുന്ന ശില്പം, അതിന് ജീവൻ ഉണ്ടാവണമെങ്കിൽ ആ കൊത്തുന്ന ശില്പി അത്ര പവിത്രമായിരിക്കണം. നമ്മുടെ കണ്ണ് എത്ര കാഴ്ചയുള്ളവനാകുന്നോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ രൂപങ്ങളാകുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് അത്ര ശുദ്ധമായിരിക്കണം. നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ഭവനങ്ങളും എല്ലാം ശുദ്ധീകരിച്ചാണ് നമ്മുടെ ഈ സംസ്കാരത്തെ ഇത് പവിത്രീകരിച്ചെടുത്തത്. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് മെച്ചമായ അവസ്ഥയിലേക്ക് ഈ കാളകൂട വിഷം പോലെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സ്വഭാവങ്ങൾ കടന്നു വന്നു. അതിന് കാരണം നമ്മുടെ അനുഷ്ഠാനങ്ങളില്ല, ആചാരങ്ങളില്ല, നമ്മൾ പാലിക്കേണ്ടതായ ധർമ്മബോധങ്ങളില്ല, മനുഷ്യധർമ്മങ്ങളില്ല. അതെല്ലാം നശിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനല്ലാതെ മാറുന്നത്. അപ്പം മനുഷ്യനാവുക, അവിടെയാണ് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയുടെ ഏറ്റവും സാത്വികമായ ആ ലക്ഷ്യം. നമ്മുടെ സമൂഹത്തെ മുഴുവൻ ഇപ്പോഴത്തെ 50-60 വയസ്സുള്ളവരെയല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. വരാനിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, അടുത്ത പേരക്കുട്ടികൾക്ക് വേണ്ടി, ആ ധർമ്മബോധമുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള പ്രചാരകന്മാരാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രചാരകരാണ് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി. ആ ആചാര്യ സമിതിയാണ് ഇന്ന് കേരളത്തിലെ ഈ സമൂഹത്തെ നയിക്കുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുന്നത്. അത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു പ്രോപ്പർട്ടിയുടെ ഒരു വിഷയം അതിലേക്ക് ഞാൻ കടന്നു വന്നില്ല. അത് വരാം. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ ഈ ശങ്കരാചാര്യർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു ആചാര്യവര്യനെ വിശ്വകർമ്മജർ പിന്തുടരുന്നില്ല എന്നാണോ പറയുന്നത്? തുടരുന്നുണ്ട്. പക്ഷേ അത് സന്യാസി മഠങ്ങളിലേക്ക് കടന്നു പോയപ്പോൾ അത് ബ്രാഹ്മണരെയും കൂടി ആയോ എന്നൊരു സംശയം വിശ്വകർമ്മരുടെ ഇടയിലേക്ക് ജനിപ്പിക്കാൻ അവർക്ക് ചില വ്യക്തികൾക്ക് സാധിച്ചു എന്നും കൂടെ നമുക്ക് പറയേണ്ടി വരും. യഥാർത്ഥമായ ഈശ്വരനെ പോലും അറിയുന്നില്ല. അവിടെ ഒരു 2 സ്വഭാവങ്ങളുണ്ട്. യഥാർത്ഥമായ വിശ്വകർമാവിനെ അല്ല വിശ്വബ്രഹ്മാവിനെ അറിയാത്തപ്പോൾ നമ്മൾ ശങ്കരാചാര്യരെ അറിയാത്തതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? യഥാർത്ഥമായ ഈശ്വരനെ അറിഞ്ഞതിന് ശേഷം വേണം ഗുരു. ആ ഗുരുവിനെ അറിഞ്ഞ് അത് പ്രചരിപ്പിച്ച അദ്ദേഹത്തെ അറിയണം. അപ്പം ഈശ്വരനെ ആദ്യം അറിയുകയും അതിനെ പ്രചരിപ്പിച്ച ശങ്കരാചാര്യം അറിയുമ്പോൾ രണ്ടും തുല്യമായി. നമ്മളൊരു പൂജ ചെയ്യുമ്പോൾ ആ ഗുരുനാഥനെ സ്മരിക്കും, ആ ഈശ്വരനെ നമിക്കും, മാതൃദേവോ ഭവ എന്ന രീതിയിൽ. അതെ, ഇപ്പൊ കേരളത്തിലെ ഒരു രാഷ്ട്രീയ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് പറയപ്പെടുന്ന 3 പേരുകൾ, ഒന്ന് നായർ സംഘടനയുടെയായിട്ടുള്ള മന്നത്ത് പത്മനാഭൻ, ഇഴവരുടെ എന്നിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരു, മറ്റേതൊന്ന് അയ്യങ്കാളി. അപ്പോൾ ഇത്തരം ആളുകളിലൊക്കെ ഒരു കുറച്ച് ആളുകൾക്ക് വേണ്ടി അവർ സമരം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അയ്യങ്കാളിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ആളുകളുടെ മുന്നേറ്റത്തിന് വേണ്ടി വില്ലുവണ്ടി സംഭവങ്ങളൊക്കെ അദ്ദേഹം നടത്തി. അതിൽ അന്ന് വന്ന് പിന്നെ ഒരുപാട് നിങ്ങൾ വിദ്യ അഭ്യസിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാടത്ത് പണി നിർത്തുമെന്ന് ശക്തമായി പറയപ്പെടുന്ന ഒരു സമയം. അപ്പോൾ ആ ഒരു 3 സമുദായത്തിൻ്റെ ഒരു ആളുകൾ ഇന്ന് രാഷ്ട്രീയ നിരീക്ഷണ രംഗത്തൊക്കെ
അടയാളപ്പെടുത്തുന്ന വ്യക്തികളായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു വിശ്വകർമ്മജനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു എന്താ പറയുക മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ആരും ഇന്ന് വരെ അടയാളപ്പെടുത്തിയിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ദളിതരാണെങ്കിൽ അവർക്ക് ഒരു ക്ഷേത്രങ്ങളിൽ കയറാനുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളാണ്, കാരണം അവർ തൊട്ടുകൂടായ്മയുണ്ട്. എന്നാൽ വിശ്വകർമ്മനെ സംബന്ധിച്ചിടത്തോളം എവിടെയും ഒരു പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നില്ല. അവർക്ക് അമ്പലത്തിൽ കയറണോ കയറാം, അവരാണ് അമ്പലം ഉണ്ടാക്കുന്നത്, അവർക്ക് എവിടെയും കയറി ചെല്ലാം, അല്ലെങ്കിൽ അവർ എല്ലാ സമുദായക്കാരെയും ഒരുപോലെ കാണുന്ന ഒരു സമുദായമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇത് സാമൂഹ്യപരമായിട്ട് ഇവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതെ, രാഷ്ട്രീയപരമായിട്ട് ഇന്ന് നമ്മളൊരു നിയമസഭയെ പരിശോധിച്ചാൽ 1, 2, 3, 4 സമാജങ്ങൾ കഴിഞ്ഞാൽ, ഞാൻ അതിലേക്ക് കിടക്കില്ല, ആ 4 സമാജം ഏതാണെന്ന് മാത്രം ചോദിക്കരുത്. 1, 2, 3, 4 സമാജം കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അസംഘടിതരാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് സംഘടിതരായെങ്കിലേ അവരിന് വിജയസാധ്യതയുള്ളൂ. അപ്പം ബാക്കിയുള്ള അസംഘടിതരായവർക്ക് കോർത്തിണക്കിക്കൊണ്ടൊരു സംവിധാനം ഇന്ന് ആചാര്യസമിതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മർക്ക് അർഹമായ പരിഗണന നൽകുന്നില്ല എങ്കിൽ അസംഘടിതരായ ജനസമൂഹങ്ങളെ ഈ 1, 2, 3, 4 സമാജങ്ങൾ ഒഴികെയുള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സംഘടിത മാറ്റത്തിന്, തെരഞ്ഞെടുപ്പ് ഒരു പരിവർത്തനത്തിന് ആചാര്യസമിതി തുടക്കമിട്ടിട്ടുണ്ട്. അത് ആദ്യം തന്നെ പറയട്ടെ. അതാണോ ഈ പ്രോപ്പർട്ടി വാങ്ങിയ സംഭവമായിട്ട് പറയാം? അതിനെ ലക്ഷ്യം വെച്ചിട്ടാണോ? അതിൻ്റെ ലക്ഷ്യം വെച്ചല്ല. ആചാര്യസമിതി ഇതിന് രണ്ടും രണ്ട്. ഒന്ന് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, ഇത് ആത്മീയപരമായ കാര്യങ്ങൾ. അതായത് വിശ്വകർമ്മരുടെ ഭൗതിക നേട്ടത്തിന് വേണ്ടി അത് ക്ഷേത്രം ആ പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ നമ്മളെ ആദ്യം തന്നെ ആധ്യാത്മിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ശങ്കരാചാര്യ പീഠം അല്ലെങ്കിൽ വിശ്വകർമ്മ മഠം. അപ്പോൾ നമ്മളത് ഇത് പോകുന്നത് ഫുള്ള് ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെയും ഒരു മറ്റു ഭൗതികമായ വരുന്നു. അത് ഞാൻ പറഞ്ഞു തീർന്നില്ല. അതായത് നമ്മൾ ആ ശങ്കരാചാര്യ പീഠം അഥവാ വിശ്വകർമ്മ മഠം വരുന്നു. രണ്ടാമത്തത് അവിടെ ഒരു വിശ്വകർമ്മ ക്ഷേത്രം വരുന്നു. ആരാധനാ ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമ്പൂരി തരുന്ന അല്ലെങ്കിൽ പൂജ ചെയ്യുന്നവർ നൽകുന്ന തീർത്ഥം വാങ്ങിച്ചാണ് വിശ്വകർമ്മർ അല്ലേ? അതെ. ഇവിടെ നമ്മൾ ആ ശില്പം സൃഷ്ടിച്ചത്, ആ ക്ഷേത്രം പണിതത്, അതിന് കുറ്റി വെച്ചത്, അതിന് ജീവൻ കൊടുക്കുന്നത് എല്ലാം ഒരു ശില്പി അല്ലെങ്കിൽ വിശ്വകർമ്മജനാണ്. ആ വിശ്വകർമ്മജൻ തന്നെ അതിൽ അഭിഷേകം ചെയ്യുന്ന തരത്തിൽ അതിൻ്റെ ഉള്ളിൽ കയറി വിശ്വകർമ്മജരായവർക്ക് അഭിഷേകം ചെയ്യാൻ പരുവത്തിലുള്ളൊരു ക്ഷേത്രമാണ് വിശ്വബ്രാഹ്മണാചാര്യ സമിതി സ്വപ്നം കാണുന്നത്. എന്ന് പറഞ്ഞാൽ അതിനെ സൃഷ്ടിച്ചവൻ തന്നെ അതിനെ പരിപാലിച്ച് പോരുന്ന രീതിയിലേക്ക് മാനവ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ പോവാണ്, പറയാൻ പോവുകയല്ല. ഇത് ഞങ്ങളാണ് ഇതിൻ്റെ അധികാരി എന്ന് കാണിച്ചു കൊടുക്കത്തക്ക രീതിയിലുള്ളൊരു ക്ഷേത്രമാണ് ആചാര്യസമിതി. മൂന്നാമത്തത് നമ്മളൊരു വിശ്വകർമ്മർക്ക് നല്ലൊരു കുട്ടികൾക്ക് പഠിക്കുന്നൊരു സംവിധാനമില്ല. കാരണം സംഭരണമില്ല വിശ്വകർമ്മർക്ക്. ഇന്ന് കേരളത്തിൽ വിശ്വകർമ്മർക്ക് സ്കൂളില്ലേ? ഉണ്ട്, ഒരു സ്കൂള് ആകെ ഉണ്ട്. നമ്മുടെ വഴിപാടിയിൽ ഒരു സ്കൂളുണ്ട്. അത് ഏതാണ്ട് പരുവത്തിലായി. നമ്മുടെ സംഘടനകളുടെ അതിൽ പറയുന്നതിൽ ഓപ്പണായിട്ട് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഒരു ചെറിയ സ്കൂളുണ്ട് എന്ന് പറയാം. ഒരു സ്കൂളേ ഉള്ളൂ. അതുപോലെ ഒരു കോളേജ് നമ്മൾക്ക് ഉണ്ടായിരുന്നു. അതും ചില സംഘടനകളിൽ കുറച്ച് പേര് വട്ടം കൂടി ഇരുന്നുണ്ടാക്കിയെടുത്ത് അതിനെ നല്ല രീതിയിലൊക്കെ കൊണ്ടുവന്ന് കുറേ കഷ്ടപ്പെട്ട കുറേ വ്യക്തികളുണ്ട്. അവരുടെ എല്ലാം പരിശ്രമം മുഴുവൻ നിരാശയിലേക്ക് താത്തി അത് ഏതാണ്ട് അസ്തമിച്ച ഘട്ടത്തിലേക്ക്. അതും ആചാര്യസമിതി അതിനെക്കുറിച്ച് പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ തരത്തിൽ നമുക്ക് ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു പോകുവാൻ നമ്മളൊരു കോളേജ്, അതുപോലെ തന്നെ നമ്മൾ തൊഴിൽ അന്യം നിന്ന് പോയി. ഇന്ന് വിശ്വകർമ്മർക്ക് തൊഴിലില്ല. എന്താണ് കാരണം? നമ്മുടെ കൽപ്പണി, മരപ്പണി, ഇരുമ്പുപണി, സ്വർണ്ണപ്പണി എല്ലാം അന്യ സമുദായങ്ങൾ ഏറ്റെടുത്തു. അതിനെ ബദൽ സംവിധാനത്തിലൂടെ കിട്ടപ്പിടിച്ച് നിൽക്കുന്നതിന് ഒരു സംഘടിത ബലമാണ്. അതിന് ആചാര്യസമിതി ഒരു ലേബർ ഹബ്ബ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അതുപോലെ ഇന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, സ്വർണം മുതൽ വിശ്വകർമ്മർ പണിയുന്നതാണ്. പക്ഷേ ഇന്ന് വിശ്വകർമ്മരല്ല പണിയുന്നത്, അത് മാർക്കറ്റ് വേറെ ആൾക്കാരാണ്. അപ്പം അതിനെ
കടപിടിക്കുന്നതിന് വേണ്ടി ഒരു വ്യവസായ ഹബ്ബ് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. കാരണം ഈ കാലത്തിനനുസരിച്ച് മാറാത്തത് വിശ്വകർമ്മ ഒരു പരാജയമാണ്. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറുവാൻ വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി വിശ്വകർമ്മ സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഭൗതികപരമായ അത് മാത്രം പോരാ. ഇന്ന് തൊഴിലില്ലെങ്കിൽ വ്യവസായ മേഖലയിലിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ് വിവിധ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പദ്ധതികളിലൂടെ വിശ്വകർമ്മനെ സാമ്പത്തികപരമായ മുന്നേറ്റം നടത്തുവാനുള്ള ഒരു സൗകര്യം, അടിസ്ഥാന സൗകര്യം, കെട്ടിടങ്ങൾ നമ്മളവിടെ നിർമ്മിച്ചു കൊടുക്കുകയാണ് വിശ്വകർമ്മന്. നരേന്ദ്രമോദി വിശ്വകർമ്മജരെ പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു 10 കൊല്ലത്തെ പ്രവർത്തനം വിശ്വകർമ്മ സമൂഹത്തിൻ്റെ ജീവൻ ഉപോൽപത്തിക്ക് വളരെ വളരെ ഉപകാരപ്രദം തന്നെയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ എത്രത്തോളം പ്രായോഗികമായിട്ട് ഇവിടെ ഇത് പ്രചരിപ്പിക്കേണ്ടവർ BJP ആണ്. അതായത് അതാത് രാഷ്ട്രീയ പാർട്ടികളാണ്. അദ്ദേഹം ഇതൊരു BJP ലെവലിലല്ല വിശ്വകർമ്മനെ സഹായിക്കുന്നത് അല്ല. പക്ഷേ ഈ നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ച് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി പലതും പേര് മാറ്റി കേരളത്തിൽ വരുന്നുണ്ട്. അപ്പം ഏതാണ് പദ്ധതി എന്നറിയാൻ മനുഷ്യനിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കും. ഇവിടെ പാർപ്പിടം പദ്ധതി നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല അറിയപ്പെടുന്നത്. അതുപോലെ പല പദ്ധതികളും ആ പേരിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി വിശ്വകർമ്മകരിലും മറ്റ് ജനങ്ങളിലും എത്തരുത് എന്ന് ഭരണ സംവിധാനം അങ്ങനെ ഒരു ബുദ്ധി ചിന്തിച്ചാൽ അതിനെ തകർത്ത് കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളാണ്. ആ BJP വിശ്വകർമ്മനെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ അതിൻ്റെ പാർട്ടിയുടെ ഭരണകേന്ദ്രങ്ങളിൽ എത്തിയെങ്കിൽ മാത്രമേ വിശ്വകർമ്മരായ ഞങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള 2 കാര്യങ്ങളുണ്ട്. അത് ശരിയായ രീതിയിൽ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ, അങ്ങനെ സഞ്ചരിക്കുമായിരുന്നെങ്കിൽ കേരളത്തിലെ 80% വിശ്വകർമ്മർ BJPയിലെത്തും. അത് വരരുത് എന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം. മനസ്സിലായോ? എന്നാൽ ഇതറിയാവുന്ന BJP അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തുന്നില്ല. അതുകൊണ്ടാണ് വിശ്വകർമ്മരെ പരിഗണിക്കണം എന്ന് BJPയോട് ആവശ്യപ്പെട്ടത്. അപ്പം നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെക്കാതെ തന്നെ വിശ്വകർമ്മജരെ പരിഗണിക്കുമ്പോൾ ഇവിടെ അത് വിശ്വകർമ്മജർ അറിയാതെ പോകുന്നത് കേരളത്തിലെ BJPക്കാർ കൊണ്ടാണ്. തീർച്ചയായിട്ടും അത് അല്ല എങ്കിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പല പദ്ധതികളുമായിട്ട് ചില പ്രൊജക്റ്റ് കൊണ്ടുപോവാ, അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, എല്ലാം റെഡിയാക്കാം. ഇതൊരു രാഷ്ട്രീയ തന്ത്രമായിട്ട് ആചാര്യസമിതി കാണുകയുള്ളൂ. കാരണം ആചാര്യസമിതിക്ക് ഇതിൽ പ്രവർത്തിക്കുന്നത് ആചാര്യന്മാരാണ്. ഒരു രാഷ്ട്രീയക്കാരുടെയും കപട വിദ്യ ആചാര്യസമിതിയിൽ എടുക്കില്ല. കാരണം വൈദിക താന്ത്രികന്മാരുണ്ട്, ജ്യോതിഷന്മാരുണ്ട്, വാസ്തു പണ്ഡിതന്മാരാണ് ഇതിനെ നയിക്കുന്നത്. അപ്പോൾ ഇതിനെ തകർക്കാൻ ഒരു രാഷ്ട്രീയക്കാർക്കും കഴിയില്ല, ഒരു സംഘടനയ്ക്കും കഴിയില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വിശ്വകർമ്മജയിലേക്ക് എത്തണമെങ്കിൽ ഒരു വിശ്വകർമ്മജം വന്നേ മതിയാവൂ എന്നാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും അതെന്തായാലും ഈ ഒരു നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാവുമെന്ന് തന്നെ തീർച്ചയായിട്ടും നമ്മളത് പ്രതീക്ഷിക്കുന്നു. ഇനി വിശ്വകർമ്മരെ പരിഗണിക്കാതെ വന്നാൽ നമ്മൾ മറ്റൊരു ലക്ഷ്യം പറഞ്ഞു. ഇവിടുത്തെ അസംഘടിത സംഘങ്ങളെയെല്ലാം കൂട്ടിക്കൊണ്ട് നമ്മളൊരു ബദൽ സംവിധാനത്തിൽ നിൽക്കും. രണ്ടാമത്തൊരു ഘട്ടം ഏതാണ്ട് 10,000-ഓളം വിശ്വകർമ്മ വോട്ടുകളുള്ള മണ്ഡലങ്ങളിൽ വിശ്വകർമ്മ സ്ഥാനാർത്ഥികളെ നിർത്താൻ വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെയുള്ളവിടുത്തെ ആര് ജയിക്കണം എന്ന് ഞങ്ങൾക്ക് ജയിക്കാനല്ല, 10,000 വോട്ട് കൊണ്ടൊരു നിയമസഭയെ ജയിക്കില്ല. പക്ഷെ ആര് ജയിക്കണം എന്ന് വിശ്വകർമ്മൻ തീരുമാനിക്കും. അതോടൊപ്പം തന്നെ മറ്റ് അസംഘടിതരായവരും കൂടെ കൂടിയാൽ ആരെ വേണേലും പരാജയപ്പെടുത്താനുള്ള ശക്തി വിശ്വകർമ്മനുണ്ടാവും. ഇത് രാഷ്ട്രീയ പാർട്ടികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വേതനങ്ങൾ കൊടുത്തോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ അപ്പൊ തീർച്ചയായിട്ടും ഒരു ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ഒരു വലിയ ശുഭപ്രതീക്ഷ അങ്ങേക്ക് ഈ വിശ്വകർമ്മ സമിതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്നു എന്നുള്ള ഒരു വലിയ കാര്യം തീർച്ചയായിട്ടും മനസ്സിലാവുന്നു. അപ്പോൾ ഒരുപാട് സാമൂഹിക കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളൊക്കെ തന്നെ വിശ്വകർമ്മജരുടെ ഇടയിലുണ്ട്. അത് ഇതിലൂടെ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഒരുപാട് നല്ല മെസ്സേജുകളും ഒരുപാട് നന്മകളും വിശ്വകർമ്മജർക്ക് ഈ സമൂഹത്തിൽ ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഇതൊരു ജാതീയമായി പറയുകയാണ് എന്ന്
മറ്റുള്ളവർക്ക് തോന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു ദൈവീകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദേവൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള രീതിയിൽ ഇത് പ്രചരിപ്പിക്കേണ്ടതാണ്. അവരെ മാറ്റി നിർത്തേണ്ടവരല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് അവർക്ക് വേണ്ട പരിഗണന തീർച്ചയായിട്ടും കിട്ടട്ടെ എന്ന്. വിശ്വകർമ്മന് മാത്രമല്ല മറ്റ് സമാജത്തിനും കിട്ടണമെന്നാണ്. കാരണം ഭരണഘടന വിഭാവന ചെയ്യുന്ന നമ്മളിപ്പോ പൊതുസമൂഹത്തിൽ കണ്ടുവരുന്നത് അതൊക്കെ പരിഗണിക്കപ്പെടുന്നുണ്ട്. മറ്റെല്ലാ സമുദായങ്ങളെയും പരിഗണിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വകർമ്മജനെയും പരിഗണിക്കണം. ഒരു വലിയൊരു ഇത് കൊടുക്കണം എന്നുള്ളതല്ല, പരിഗണിക്കണം എന്നാണ് ആവശ്യം. അപ്പൊ തീർച്ചയായിട്ടും അത് നടപ്പിലാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് സന്തോഷം സുരേഷേട്ടനെ കാണാൻ കഴിഞ്ഞതിലും. ഇതുപോലത്തെ ഒരു ആള് കേരളത്തിന് ഉണ്ട്. കേരളത്തിൽ ഇത്രയും സമുദായമുണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ട് എന്ന്, ആചാര്യന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ, ശബ്ദമുയർത്താൻ ഒരാളുണ്ട് എന്ന് അറിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സന്തോഷം. എന്തായാലും 2026 വലിയൊരു മാറ്റം രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്നാണ്. സന്തോഷം. എന്തായാലും ഇതുപോലെ വന്ന് ചാനലിൽ വന്ന് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ തോന്നിയ അങ്ങേക്കും വിവേകിന് അങ്ങയുടെ ആ ചാനൽ ലോക പ്രസക്തി ആർജിക്കട്ടെ. ഞങ്ങളുടെ വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയുടെ ആചാര്യന്മാർ അങ്ങയ്ക്ക് വേണ്ടി എന്നും ദൈനംദിനം പ്രാർത്ഥിക്കും. എല്ലാ വിശ്വകർമ്മർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങയുടെ വളരെ സന്തോഷം. നമസ്തേ.